അങ്ങനെ നമ്മൾ കാന്താരിമുളക് പറിക്കാൻ വന്നതിൻ്റെ മെയിൻ റീസൺ മമ്മയാണ് കേട്ടോ. അപ്പം മമ്മയാണ് എന്നോട് പറഞ്ഞത് പറിച്ചുകൊണ്ട് വരാൻ. നമ്മുടെ ചെറിമരത്തിൻ്റെ ഇടയിലെ കൊമ്പൊക്കെയാണ് തലയിലേക്ക് ആവുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി പറിക്കാനുണ്ട്. അപ്പം ഞാനിപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് മുളകുണ്ട് കേട്ടോ. ഇപ്പം നമുക്കത് പറിച്ചെടുക്കാം. ഗായ്സ്, ഇപ്പം നമ്മുടെ കാന്താരി മുളക് കൊളസ്ട്രോൾ കുറയാൻ ഒരുപാട് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഗായ്സ്, ഇപ്പം നമ്മുടെ കാന്താരി മുളക് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ് കേട്ടോ. മാത്രമല്ല ഡൈജസ്റ്റീവ് എയ്ഡും കൂടിയാണ് നമ്മുടെ കാന്താരി മുളക്. പിന്നെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ സൈഡ് ഡിഷായിട്ട് നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ് ഗായ്സ്. നിങ്ങൾ വേറെ ഒരു കറിയും വേണമെന്ന് പറയില്ല. അത്രയും അടിപൊളിയാണ് നമ്മുടെ കാന്താരി മുളക്. ഗായ്സ്, ഇപ്പം നമുക്കൊരു കാന്താരി മുളക് കഴിക്കാം. ഇതിൻ്റെ ഫ്രാഗ്രൻസ് വന്നപ്പോൾ കഴിക്കാൻ തോന്നി. ഗായ്സ്, ഇപ്പം എരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അടിപൊളിയാണ്.